തൃശ്ശൂർ ഹോംസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 5 സെന്റ് 800 ലിങ്സ് 2350 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി മനോഹരമായിട്ട് പണി കഴിപ്പിച്ചിട്ടുള്ള ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പൂച്ചട്ടിയിലാണ്. തൃശ്ശൂരിൽ നിന്ന് 6 കിലോമീറ്റർ മാറി പൂച്ചട്ടി സെൻറ്ററിലേക്ക് ഒരു 300 മീറ്ററോളം മാത്രം ദൂരമുള്ള ഈ വീട് സ്ഥിതി ചെയ്യുന്ന നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ്. 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വീടിൻ്റെ ഫ്രണ്ടിലായിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ മനോഹരമായിട്ടുള്ളൊരു കിണറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ഒരു ബോർവെല്ലും ഈ വീട്ടിലുണ്ട്. ഫ്ലഡ് ഇഷ്യൂസ് ഇല്ലാത്തൊരു മേഖലയിലും കൂടിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ഈ വീടിനെ കുറിച്ച് പറയാനുള്ളത്. വളരെ വിശാല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വീട് തന്നെയാണത്. ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ട് നമുക്ക് ഒരു സിറ്റ് ഔട്ട്, ലിവിങ് ഏരിയ, ഡൈനിങ്, കിച്ചൺ, വർക്ക് ഏരിയ, കോമൺ ടോയ്ലറ്റ്, ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം. അപ്സ്റ്റേഴ്സിൽ വന്നിട്ട് നമുക്ക് ഒരു അപ്പർ ലിവിങ് ഏരിയ, 2 ബെഡ്റൂം ഉണ്ട്, അറ്റാച്ച്ഡായ ബാത്റൂം, ബാൽക്കണി, ഓപ്പൺ ടെറസ്. ഇത്രയും കാര്യങ്ങളാണ് ഈ വീട്ടിലുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ വീടിന് മനോഹരമായിട്ടുള്ളൊരു കൊളോണിയൽ സ്റ്റൈലിൻ്റെ ഒരു ടച്ചും ഒക്കെ ഉള്ള രീതിയിലാണ് ഈ വീടിൻ്റെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. അന്ന് കണ്ടാൽ മാത്രമേ വീഡിയോയെക്കാട്ടും ഭയങ്കരമായിട്ടുള്ള ഭംഗി നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതിന് ഉടമ ചോദിക്കുന്ന വില 1,10,00,000 രൂപയാണ്. ഇത് മുന്നിലെ പ്ലോട്ടാണ്, മൺ റോഡല്ല, ടാർ റോഡ് ഫ്രണ്ടേജ് തന്നെയാണ് ഉള്ളത്. പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ലാസ്റ്റ് സ്റ്റേജിലാണ് പണി. ജസ്റ്റ് ഫൈനൽ ഫിനിഷിങ് മാത്രമേ ഉള്ളൂ ഇനി. അപ്പോൾ ഈ വീടിനോട് ആവശ്യമുള്ളവരോ താല്പര്യമുള്ളവരോ തൃശ്ശൂർ ഹോംസിൻ്റെ നമ്പറുമായി ബന്ധപ്പെടാൻ മറക്കരുത്. നമുക്ക് ചെറിയൊരു സിറ്റ് ഔട്ട് ഉണ്ട്. ആ സിറ്റ് ഔട്ടിൽ നിന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വരുന്നത് ഒരു അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിങ് ഏരിയകളാണ്. എല്ലാം സെപ്പറേറ്റഡ് ആണ്. ഓപ്പൺ കിച്ചണാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കതെല്ലാം ഒന്ന് കാണാം. ഓക്കെ, സ്റ്റീലിൻ്റെ ഡോറാണ് എല്ലാ റൂമിലും എല്ലാവിടെയും കൊടുത്തിരിക്കുന്നത്. സ്റ്റീലിൻ്റെ വിൻഡോയും കട്ടയും ജനലും എല്ലാം സ്റ്റീലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫാൾ സീലിംഗ് വർക്ക് എല്ലാവിടെയും കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ളൊരു TV യൂണിറ്റ്സും ലിവിങ് ഏരിയയിലേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 സൈഡിൽ വിൻഡോ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകളെല്ലാം കൊടുത്ത് സിമ്പിളായിട്ട് എലഗൻ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റുകളാണ് കൂടുതൽ LED കൊടുത്തിരിക്കുന്നത്, ഫാൾ സീലിംഗ് വർക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയയാണ്. ഇവിടുന്ന് തന്നെയാണ് നമുക്ക് ലിവിങ് ഏരിയയിൽ തന്നെ സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് മനോഹരമായിട്ടുള്ള TV യൂണിറ്റ്സ്. ഇനി നമുക്ക് കാണാനുള്ളത്, നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പോവാം. ഡൈനിങ് ഹാളിൽ നിന്ന് ഓപ്പൺ ആയിട്ടുള്ളൊരു കിച്ചണും കൂടി അതിൻ്റെ സ്പേഷ്യസ് അടുത്ത് തന്നെ. വളരെ സ്പേഷ്യസ് ആണ് ഈ ഡൈനിങ് ഹാൾ. അവിടെയും ഫാൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റുകളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ആ ഭാഗത്തായിട്ടാണ് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചണാണ്. അവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കൂടി കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്ന്. വളരെ സ്പേഷ്യസ് ആണ്. അതാണ് ഞാൻ ലെങ്തി ആയിട്ട് നിന്നിട്ടാണ് അത് കാണിക്കുന്നത്. വന്ന് കണ്ടാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാവുള്ളൂ. കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് കിച്ചണാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണാണ്. കബോർഡ് വർക്കുകളെല്ലാം പണിതിട്ടുണ്ട്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ 3 ലൈറ്റുകളും നമ്മൾ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ ഈ ഡൈനിങ് ഹാളിൽ നിന്നുള്ള 2 എൻട്രൻസുകളിലായിട്ടാണ് ബെഡ്റൂം എൻട്രൻസ് വരുന്നത്. അപ്പോൾ നമുക്കിനി ബെഡ്റൂംസ് ഒന്ന് കാണാം. കിച്ചണും ഡൈനിങ്ങും വളരെ സ്പേഷ്യസ് ആണ്. അത് പറയാൻ പറ്റില്ല. അത് വളരെ സിങ്ക് ആയിട്ടുണ്ട് രണ്ടും കൂടി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും പിന്നെ ചെയ്തിരിക്കുന്നതും. ഓക്കെ, ഇനി ഈ കിച്ചണിനോടനുബന്ധിച്ച് ചെറിയൊരു വർക്ക് ഏരിയ ഉണ്ട്. ഓക്കെ, വർക്ക് ഏരിയ ഉണ്ട്. ഒരു കോമൺ ടോയ്ലറ്റും അതിൽ ഉണ്ട്. നമുക്ക് വർക്ക് ഏരിയയിലേക്ക് ഒന്ന് പോവാം. എല്ലാം സ്റ്റീലിൻ്റെ ഡോറുകളാണ്. അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് കാണിക്കുന്നൊന്നുമില്ല. അവിടെ ഒരു കിച്ചൺ, സെക്കൻഡ് കിച്ചൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രില്ലിട്ടിട്ടുണ്ട്. ഇതൊരു കോമൺ ടോയ്ലറ്റ്. അവിടെയും നമുക്ക് യൂറോപ്യൻ ക്ലോസറ്റ്സ് തന്നെയാണ്. ചെറുതാണ്, സ്പേഷ്യസ് ഒന്നുമല്ല. എന്നാലും അത്യാവശ്യം മെയ്ഡിനൊപ്പുറമുള്ളവർക്ക് ഒരു കോമൺ ടോയ്ലറ്റ് അനിവാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളൊന്ന് കാണാം. ഈ ബെഡ്റൂമുകൾ നോക്കുകയാണെങ്കിൽ
ഓക്കെ, ഈ ഡൈനിങ്ങിൽ നിന്നാണ് 2 എൻട്രൻസ് ഉള്ളത്. ഒന്ന് നമ്മുടെ വാഷ് ബേസിൻ്റെ അടുത്തു നിന്നാണ്. വാഷ് ബേസിനും അതിമനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമുകളാണ്. അവിടെ LED ബൾബുകളുടെ സ്ട്രിപ്പ് ലൈറ്റുകളായിട്ട് ഡയറക്റ്റ് കൊടുത്തിരിക്കുകയാണ്. അത്യാവശ്യം 2 സൈഡിൽ വിൻഡോ കൊടുത്തിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള ഇതുണ്ട്. കബോർഡ് വർക്കുകളുണ്ട്. കബോർഡ് വർക്കുകളുടെ അനുബന്ധമായിട്ട് തന്നെയാണ് ടോയ്ലറ്റും ഉള്ളത്. അതാണ് ടോയ്ലറ്റിൻ്റെ ഡോറ്. പിന്നെ സെക്കൻഡ് ഡോർ തുറന്നാൽ മാത്രമേ, അപ്പോൾ ആ ഒരു ടോയ്ലറ്റിൻ്റെ ഡോറ് പെട്ടെന്ന് ആർക്കും മനസ്സിലാവാത്ത രീതിയിലാണ് ഉള്ളത്. ബാത്റൂം ഫിറ്റിങ്സുകൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബാത്റൂം ഫിറ്റിങ്സുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിലെ തീമിലാണത് ചെയ്തിരിക്കുന്നത്. മനോഹരമായിട്ടുണ്ട്. അത് നമുക്ക് പറയാം, നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി സെക്കൻഡ് ബെഡ്റൂം നമുക്ക് നോക്കുകയാണെങ്കിൽ അത് ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെയാണ് എൻട്രൻസ് വരുന്നത്. ഇതാണ് സെക്കൻഡ് ബെഡ്റൂം. നല്ല സ്പേഷ്യസുകളാണ്. പിന്നെ കബോർഡ് വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ട് നമുക്ക്. അതിൽ തന്നെ ഇതിൻ്റെ സ്ട്രിപ്പ് ലൈറ്റുകളെല്ലാം കൊടുത്തിരിക്കുന്നത്, ഫാൻ എല്ലാവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ടോയ്ലറ്റ് കബോർഡുകളോട് അനുബന്ധമായി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ടോയ്ലറ്റിൻ്റെ ഡോറ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കില്ല. അതുകൊണ്ട് തന്നെ അത് മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഡോറായിട്ടാണ് അതിൽ വരുന്നത്. ഇതാണ് ബാത്റൂം. അപ്പോൾ ഇതൊക്കെയാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്കൊരു പറയാവുന്ന ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഡീറ്റെയിൽസുകളാണ് ഈ കൊടുത്തിരിക്കുന്നതെല്ലാം. ഇനി നമുക്ക് സ്റ്റെയറിലൂടെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത്. ഞാൻ പറഞ്ഞില്ല, വീഡിയോയിൽ കാണുന്നതിലൂടെ നേരിട്ട് വന്ന് കാണുന്നതാണ് നല്ലത്. അത് മനോഹരമായിട്ടുള്ളൊരു വീട് തന്നെയാണ്. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. സ്റ്റെയറിലൂടെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെത്തിയ അറ്റ്ലീസ്റ്റ് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു അപ്പർ ലിവിങ് ഏരിയ ഈ വീടിനുണ്ട്. അപ്പർ ലിവിങ് ഏരിയയാണ് ഈ വീടിൻ്റെ ഇതിലുള്ളത്. അവിടെയും LED ലൈറ്റുകളും എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു TV യൂണിറ്റ്സ് പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണത്. TV യൂണിറ്റ്സിനുള്ള പ്രൊവിഷൻസ് പ്ലഗ് പോയിന്റ്സ് കൊടുത്തിട്ടില്ല. അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. TV യൂണിറ്റ്സ് പ്ലഗ് പോയിന്റ്സ് ഒക്കെ ഇട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് 2 ബെഡ്റൂമുകളാണ്. ഈ ബെഡ്റൂമിന് അവിടുന്ന് നമ്മുടെ ഫ്രണ്ടിൽ എലിവേഷനിൽ നമുക്കൊരു മൊത്തം 3 ബാൽക്കണി കാണുന്നുണ്ട്. അതിലെ ബെഡ്റൂമുകളിൽ നിന്ന് 2 ബാൽക്കണിയിലേക്ക്, ചെറിയ ബാൽക്കണിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു എൻട്രൻസും അതും മനോഹരമായിട്ടുണ്ട്. അതാണ് നമുക്കൊരു യൂറോപ്യൻ സ്റ്റൈലിലൊക്കെ അങ്ങനെയുള്ള ഒരു കൊളോണിയലോ ഒക്കെ ആക്കിയിരുന്ന രീതിയിലുള്ള ഇതാണത്. ചെറിയ ബാൽക്കണി ബെഡ്റൂമിൽ നിന്ന് എൻട്രൻസ് കൊടുക്കുന്ന രീതിയിലാണത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതും മനോഹരമാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ടോയ്ലറ്റുകൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് തുറക്കുന്നത്. കബോർഡ് വർക്കുകളാണ് അത് കാണിച്ചിരിക്കുന്നത്. ഫറോ സിമെന്റിലാണ് കബോർഡുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതാണ് ബാത്റൂംസ്. എല്ലാ വർക്കുകളും നല്ലതന്നെ. എനിക്ക് ഫൈനൽ ടച്ചിങ് മാത്രമേ, ഒരു ഫിനിഷിങ് ടച്ചിങ് മാത്രമാണ് ഇനി വർക്കായിട്ട് ഇതിൽ വരുന്നത്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഒന്നാമത്തെ ബെഡ്റൂം. ഇനി രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് കാണാം. രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇതുമായി തന്നെയാണ് ചെറിയൊരു ബാൽക്കണി അതിലും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് തന്നെ ഡയറക്റ്റ് മെയിൻ ബാൽക്കണിയിലേക്കും അതാണ് എനിക്ക് ആകെ ഫീൽ ചെയ്തിട്ടുള്ള ഒരു ഡ്രോബാക്സ്. കാരണം അത് ഈ മെയിൻ ലിവിങ് ഏരിയയിൽ നിന്നായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഇരുന്നു തന്നെ. ഇതിന് 2 സൈഡിൽ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ചെറിയ ബാൽക്കണി, ഇതാണ് മറ്റേ നമ്മുടെ വലിയ ബാൽക്കണിയിലേക്കുള്ള ഡോർ. ഇത് നമുക്ക് ചെറിയ ബാൽക്കണിയിലേക്കുള്ള അതൊന്ന് കാണിച്ചിട്ട് മറ്റേത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇങ്ങോട്ട് തന്നെ വന്നത്. ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം അത് നല്ലൊരു ആശയം തന്നെയാണ്, നല്ലൊരു ഇതും തന്നെയാണ്. നമുക്ക് അത്യാവശ്യം ബെഡ്റൂമിൽ നിന്നൊരു റിലാക്സേഷനൊക്കെ വേണ്ടി പുറത്ത് വന്നിരിക്കാനും ഒക്കെ ഒരു നല്ലതാണ് അത്. ഇനി നമുക്ക് മെയിൻ ബാൽക്കണിയിലേക്കൊന്നും പോകാം. ബാത്റൂം കാണിച്ചിട്ടില്ല. ഇതിൽ പിന്നെ കബോർഡിൻ്റെ ഉള്ളിലല്ല, സെപ്പറേറ്റ് ആയിട്ട് ബാത്റൂം ഡോറുകൾ നമുക്കത് കാണാൻ പറ്റും എന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്.
ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ അതേ ലെങ്ത്തിലുള്ള ബാൽക്കണിയാണ്. LED ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ട് തന്നെയാണ് അതെല്ലാം ചെയ്തിരിക്കുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വളരെ അടുത്തും കൂടിയാണ്. സ്ട്രിപ്പ് ലൈറ്റുകൾ ഇങ്ങനെ വന്നിട്ട് തെറ്റിൻ്റെ അടുത്ത് ലൈറ്റുകളാണ് ഇട്ടിട്ട് ഇതിനോടി കാണിക്കുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് ഈ വീട് വാങ്ങാനോ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ തൃശ്ശൂർ ഹോംസിൻ്റെ മുകളിൽ നമ്പറുമായി ബന്ധപ്പെടാൻ മറക്കരുത്. 9567575788 എന്നാണ് നമ്പറുള്ളത്. തൃശ്ശൂരിൻ്റെ ഒരു 15 കിലോമീറ്റർ ചുറ്റുള്ള വീടുകൾക്കുള്ള സ്ഥലങ്ങൾ കൊടുക്കുവാനോ വാങ്ങുവാനോ ഉള്ളവർ തൃശ്ശൂർ ഹോംസുമായി ബന്ധപ്പെടുക. ഓക്കെ, താങ്ക് യു. സോറി, ഇനി ഓപ്പൺ ടെറസും കൂടി ഞാനൊന്ന് കാണിച്ചില്ല. അതാണ് ഓപ്പൺ ടെറസ്. അവിടെ ടൈലൊക്കെ ഇട്ട് മനോഹരമാക്കിയിട്ടുണ്ട്.